ഈ രാജ്യയില പോയില്ലേ അവനെ കാത്തുനിന്ന് ഇപ്പൊ നമ്മളെ സമയമായിപ്പോ അവനെ കാത്തുക്കൊന്നോണ്ട് നമുക്ക് തുടങ്ങാം. പോയാ നമ്മക്ക് അവൻ തുടങ്ങാം. കൈ വറക്കുന്നുണ്ട് ഞാൻ നോക്കി ആ വറ മാറ്റാല്ല തന്നെയാണ് കാരണം ഇതാണ് മുന്നിൽ വെച്ച് നിൽക്കുന്നത്. വേറെ എന്തേലൊക്കെയാണ് ഈ മിച്ചർ തന്നെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചിക്കൻ പീസ് പറഞ്ഞിറങ്ങി 2 പക്കിടാനേ എനിക്ക് സാധനം വാങ്ങാണ്ടാവും. വേറെ തന്നെ കിട്ടാൻ ഇല്ല പാട് എനിക്ക് അറിയുള്ളൂ. എല്ലാം പറയാ ഇത് രാവിലത്തെ തുടങ്ങിയത് ഇത് നീച്ച നമ്മളൊന്നും അങ്ങോട്ട് പോകാറില്ലല്ലോ. ഓരോട് കാത്തിട്ട് വെള്ളം കുടിച്ചിട്ട് പോവാം. മമ്മ 24 മണിക്കൂറാണ് തന്നെ പണി. എന്തിനാ വെറുതെ ഈ കുട്ടിനെ എങ്ങനെ തല്ലണേ? എനിക്ക് എപ്പോഴുള്ള പണിയാണത്. എങ്ങനെ തല്ലാതിരുന്നു? പെറ്റ് വീണപ്പോ തന്നെ തള്ള കീറും പോകും. ഞാൻ എങ്ങനെ സ്നേഹിച്ചിരുന്നു അവളെ അന്ന് തൊട്ടിന്റെ കഷ്ടകാലം. അതിനെന്താ പറയുന്നത്? ആൾക്കാർ കേൾക്കില്ല നമ്മൾ ഈ ഒച്ച മുടിയിരുന്നത്. അതിനൊക്കെ മനസ്സിലായില്ലേ? എന്താ പറ അവിടെ തുടങ്ങിയോ കച്ചറ? ആ കുട്ടീനെ തല്ലുണ്ടാവും. അല്ല എന്താണ് പണി? കുറെ നേരം തുടങ്ങിയിട്ട് എന്താ പറ പ്രശ്നം? ഒന്നുമില്ല മാഷെ. എന്ത് മാഷെ പ്രശ്നമുണ്ട്? എന്നും തന്നെ അവിടെ പണി കച്ചറയാണ്. ഓന്റെ പണികൾ മരിച്ചതിന് ഈ കുട്ടി എന്താ മരിച്ചിട്ടുള്ളത്? ഉമ്മ ആദ്യം എന്റെ പണ്ടടി മാറ്റണം. അതിനെന്തുവാണെന്ന് പറയാം, ഈ കൂട്ടിട്ട് അത് ഒഴിവാക്കണം. അതെന്താ മാസം ഞാനോട് പറഞ്ഞേ? ഇച്ചാണ് മോളെ കൊണ്ടേ നാശാക്കണത്. ഇതാക്കുന്നേ എന്തൊരു മാഷെ ഓനെ കുറ്റം പറയണേ? എല്ലാത്തിനും കാരണം ഈ തള്ളാണ്. ഞാൻ തന്നെയാണ് കാരണം. നീ ഈ കുട്ടീനെ തൊടാൻ ഞാൻ അയക്കൂല. ഇങ്ങനെ കള്ളു കുറിച്ച് നടക്കല്ലേ? തള്ളലേക്ക് തല്ലാറുള്ളത് ഇറങ്ങി പോടാവുന്നത് അതിന്റെ എല്ലാ പാഠത്തിനും ഞാൻ കൂട്ടുന്നുണ്ട്. പിന്നെല്ല എന്ത് ബുദ്ധിമുട്ടായാലും കൂട്ടുന്നത്. പക്ഷെ തള്ളന് തരുന്ന പരിപാടി ഉണ്ടല്ലോ അതിൽ ഞാൻ കേട്ടോ, അതിൽ ഞാൻ കൂട്ടിക്കൂല. എല്ലാവർക്കും ഞാൻ കാണിച്ച പോയിക്കോട്ടെ. ഹലോ, ആ അല്ല എവിടെ? ആയിക്കോട്ടെ, ഞാൻ ഇപ്പോൾ വരാം. എവിടെയാണ്? ഏത് ആശുപത്രിയില്ല? ഇത് വരും. ആ മാഷിനൊന്ന് വിളിക്കാം. ഹലോ, അതെ. ആ എവിടുന്ന്? എന്നാ ശരി, ഞാൻ ആ കുട്ടികളെ വിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരാം. ഏത് ഹോസ്പിറ്റലാണ്? ഓക്കെ വേണ്ടുമാ. നമ്മളെ മറുവിനെ വണ്ടിമൂന്ന് കൊണ്ട് ചെറുതായിട്ട് പരിക്കറ്റിട്ടുണ്ട്. ബേജാറാകൊന്നും വേണ്ട. നമ്മളേതൊരു ആശുപത്രിയായിട്ടാണ് പോയൊക്കെ കൃത്യമായിട്ട് ഒരുങ്ങിക്കാനും വേഗം. ഇരിക്കും. എന്താ മുറിവ് പറ്റിയത്? എന്താ
ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഇയാളാരാ നിങ്ങള്? ഞാൻ ഈ കൂട്ടുകാരാണ്. ഞാൻ ഫോൺ വന്നപ്പോ അങ്ങനെ വന്നാണ്. നിങ്ങള് ഞാനിപ്പോ കൊണ്ടുവന്നേ സാർ ഇപ്പൊ ഓന്റെ അവസ്ഥ എന്താണ്? കാലിന് പൊട്ടുണ്ട്. അപ്പൊ ഷുഗർ ഉള്ളതുകൊണ്ട് ഒരു 4 ദിവസം ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ ചെയ്താൽ മതി. പിന്നെ കയ്യിന്റെ തിരക്കൊക്കെ അല്ല, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ 4 ദിവസം കൊണ്ട് ചെയ്യുന്ന കേസ്. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്താ ബാബു എന്റെ കുട്ടിക്ക് പറ്റിയത്? നല്ല വേദന ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുള്ളൂ. ഉറങ്ങിക്കോട്ടെ, ഓർത്തല്ല. ഉറങ്ങിട്ടില്ല. ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നോട് നിങ്ങൾ പുറത്തു തരല്ലേ? അതൊന്നും സാരല്ല. ഇനി മുതൽ ഉമ്മാന്റെ കുട്ടി ഒരു കൂട്ടുകെട്ടിലും പെടാതെ നല്ലൊരു കുട്ടിയായി നിന്നാ മതി. സുഖമാണ്. ഞാൻ കുറെ സമയം വന്നിട്ട് പെണ്ണിന്റെ കാലൊക്കെ നല്ല ബിസിയല്ലേ? സുഖല്ലേ? പിന്നെ എന്തൊക്കെ ഹോസ്പിറ്റലൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? ജോലികളൊക്കെ ഞാൻ രണ്ടാഴ്ച ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങളിക്കും കാണാം. പിന്നെ നോക്കണ ശരി, വിളിക്കണം. വലിയ പൈസക്കാരനായപ്പോ നമ്മളൊക്കെ മറന്നില്ലടാ. ഞാനൊരാഴ്ച എന്റെ പോണേ ഒന്നുമില്ല, എന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ ഡോക്ടർ. ഡോക്ടർ ഒന്ന് ഡോക്ടർ കാണാറില്ല. ഞാൻ എന്റെ തുണക്കാരനോന് ബൈക്കുമെന്ന് വീണ് ആക്സിഡന്റ് ആയിക്കാണ്ട് ഓനൊന്ന് കണ്ടുപോയാലോ? ഓ ആയിക്കോട്ടെ. എന്റെ ഫ്രണ്ട് കാരണം എന്റെ ഫ്രണ്ട് ഇതാണ് ഇത് നോക്കാരോ. ഏറ്റവും കുഴപ്പമൊന്നുമില്ല. പൊട്ടാണ്, ചെറുതായിട്ടൊരു സ്റ്റാച്ചുണ്ട്. എന്താ 4 ദിവസം കൊണ്ട് നിൽക്കണം എന്നുള്ളത് ഡോക്ടർ. എങ്ങനെ സംഭവിച്ചത്? പറയണെങ്കിപ്പോ ഓരോരുത്തരുടെ വീശിനി ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഈ 2 കൂട്ടുകെട്ട് തന്നെയാണ്. എന്താ ബാബു എന്താ കഴിക്കുമോ? ഞാൻ കഴിക്കൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഓൻ കഴിക്കൊന്നുമില്ല. ഓനാണ് ഈ മുറിന് നാശാക്കുന്നത്. ഓന്റെ കൂട്ടുകെട്ട് നിർബന്ധമായിട്ട് ഒഴിവാക്കാൻ പോണത്. ബാബുവിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട. ബാബുനെ ഞാൻ ദുബായി കൊണ്ടേക്കാം. എനിക്ക് അവിടെ ഏതായാലും കമ്പനിയിലെ ഒരാൾ ആവശ്യമുണ്ട്. എന്റെ പാസ്പോർട്ടൊക്കെ റെഡി അല്ലേ? അതല്ലേ അപ്പൊ നമുക്ക് പോകാൻ നോക്കാം. പോരെ, അത് ഞാൻ ഉറപ്പ് വരാം. ബാബുനെ അത് മതി. വളരെ സന്തോഷമായി കേട്ടപ്പോ. ഓന്റെ കുടുംബം നന്നാവും, ഇവന്റെ കുടുംബം നന്നാവും. മദ്യത്തിന്റെയും മറ്റു മയക്കുമരുന്നുകളുടെയും ഉപയോഗം ഇതുപോലെയുള്ള അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ ധാരാളം കുറ്റകൃത്യങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട്. കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും ലഹരിയുടെ പാതയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അത്തരം കൂട്ടുകെട്ടുകൾ നമ്മൾ മനസ്സിലാക്കി അവ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിന് ദോഷമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ നാം പോലും അറിയാതെ അതിന്റെ മാർഗത്തിലൂടെ നമ്മൾ ചലിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിറകോട്ട് പോവുക. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചെറിയ കുട്ടികളടക്കം ഇന്ന് പല മയക്കുമരുന്നിന്റെയും പിടിയിലാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. നാം ഓരോരുത്തരും ഇതിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തുകയും സമൂഹത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ കരാളഹസ്ത്രങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയേണ്ടത്. അല്ലേ?